friends, welcome back to YouTube channel. ഇന്നത്തെ വീഡിയോ നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ട്ടോ. ഇതിന്റെ ഫസ്റ്റ് ട്രൈ ആണ്, പക്ഷെ ഫസ്റ്റ് ട്രൈ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് ട്ടോ ബിരിയാണി. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഡബിൾ സൂപ്പർ ആയിരുന്നു എൻ്റെ ബിരിയാണി. ഈ വീഡിയോ അപ്പോൾ തീർത്തും ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ട്ടോ. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓപ്ഷണലാണ്. തലശ്ശേരി ബിരിയാണിയിൽ മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാനിവിടെ ചെറുതായിട്ട് ഇത്തിരി മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കേടാണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ദെൻ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3-4 സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ല രീതിയിൽ തന്നെ വരട്ടിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വരട്ടിയെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ചു സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വരണ്ട് വരും കേട്ടോ. നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വരണ്ട് വരും. ദെൻ ഇതൊന്ന് കുറച്ച് നേരം വരട്ടിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ജിഞ്ചർ, ഒരു 5-6 ഗാർലിക്ക്. ഇവിടെ മെയിനായിട്ട് എരിവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ ഇവിടെ കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു 7-8 പച്ചമുളക് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കണ്ട, ചെറുതായിട്ട് ചതച്ചെടുക്കുന്ന രീതിയിൽ അരച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ വരട്ടിയെടുക്കുക. വരട്ടി ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾക്ക് എൻ്റെ പച്ചക്കുത്തു മണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ടൈം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. മലബാർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ജീരകശാല റൈസ് യൂസ് ചെയ്യണം കേട്ടോ നല്ലത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റിൽ ബിരിയാണി കിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 മുറി നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ ഗീയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഒക്കെ ഉണ്ടെങ്കിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യാൻ ഫസ്റ്റ് വിട്ടപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് കുക്കറിൻ്റെ വിസിലിടാതെ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ, വെള്ളം മതിയോ എന്നൊക്കെ. നമ്മുടെ മസാല ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയുടെ പകുതി പോർഷനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കുക. നല്ല രീതിയിൽ വരണ്ട് വന്നാൽ നമ്മൾ ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വാട്ടർ ആഡ് ചെയ്യണമെന്നില്ല. ചില ചിക്കനിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കനിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചിക്കനും മസാലയും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത ശേഷം പിന്നെ അടച്ചു വെച്ച് വേവിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കാൻ തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാഫ് കുക്കേ ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ ദമ്മിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പുറത്ത് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. എൻ്റെ കുറച്ച് വേവ് കൂടിയൊന്നും ഡൗട്ട് ഉണ്ട്. 10 മിനിറ്റ്സ് പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് കുക്കായി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് ബിരിയാണി മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ആകെ ബിരിയാണി മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. മസാല ഇട്ട ശേഷം ചിക്കൻ നന്നായിട്ട് വരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ദം ചെയ്യാം. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യും ഗ്രേപ്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊക്കെ ഗീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മൂടി വയ്ക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ സൂപ്പർ ടേസ്റ്റി തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ.